ഹായ്, വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. സംഭവം ഞാൻ ആദ്യമായിട്ടൊരു ബഡ് സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോസ് എടുത്തതന്നേ ഉള്ളൂ. കുഞ്ഞൊരു വ്ളോഗ് പോലൊരു വീഡിയോ, ഒരു റീഓപ്പൺ ഡേ, ഒരു സ്കൂൾ റീഓപ്പൺ ഡേക്ക് പോയതാണ്. അങ്ങനെ രാവിലെ എണീറ്റ് ഒന്ന് ബെഡൊക്കെ സെറ്റ് ചെയ്ത് ചെന്നപ്പോഴത്തേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെച്ചു. അതൊക്കെ കഴിച്ച് ഓൺ ദ സ്പോട്ട് ഞാനും അമ്മയും കൂടി പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. സംഭവം ഞാൻ ഇന്ന് രാവിലെ വരെ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് ബഡ് സ്കൂളാണ് റീഓപ്പൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഞാനും കൂടെ പോവാം. ഞാനങ്ങനെ കണ്ടിട്ടില്ല, ബഡ് സ്കൂളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു ചെന്നതാണ് കേട്ടോ. ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ പോയപ്പോഴത്തേക്ക്. കാരണം നമ്മളിങ്ങനെ ഒരുപാട് കുട്ടികൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്നത് മറ്റേ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരെയും കാണുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും മനസ്സിൽ കൂടെ പോകും. വേറൊന്നുമല്ല, നമുക്ക് എല്ലാ കൂടിപ്പോയായിട്ട് അഹങ്കാരങ്ങളാണ് ചില സമയത്തെന്ന് തോന്നാറുണ്ട്. കാരണം ഭയങ്കര ഒരു അവരെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്യുവറായിട്ട് തോന്നി. കാരണം അവർ ഇങ്ങനെ വന്ന് കാര്യം സംസാരിച്ച് ആര് വന്നാലും വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ച് വന്ന് കവിളിലൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹമാണ്. അത് കണക്ക് തന്നെ ടീച്ചേഴ്സിന് പോലും, അവിടുത്തെ ടീച്ചേഴ്സിന് പോലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അതായത് അവരെത്ര ശ്രമിച്ചാലും അവർക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഭയങ്കര ഹാപ്പി അവരവരുടെ ലോകത്ത്, ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ചേട്ടൻ്റെ ഏജ് 27 വയസ്സ്, 28, 30 വയസ്സിനിടയിലുള്ള ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ അവർ എല്ലാവരും ഇങ്ങനെ ഒന്നിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ആ സ്കൂളിൽ 15-20 കുട്ടികളോളം ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ടൊരു പേഴ്സണ് നമുക്ക് ഒരു കുട്ടിയെ നോക്കുന്നതിനേക്കാളും ഈ കുറച്ച് 10-15-20 പേര് ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് അവരവരുടേതായ ഒരു ലോകത്തോട്ട് മാറും. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അവർ നല്ല രീതിക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. അങ്ങനെ പക്ഷേ ഭയങ്കര ഒരു ദിവസമായിരുന്നു കേട്ടോ. അടിപൊളി ദിവസമായിരുന്നു. അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിങ്ങനെ അയ്യോ പാവം എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ, പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവർ ഭയങ്കര ഹാപ്പിയാണ്. വേറെ കുഞ്ഞു ദിവസം, വേറൊന്നുമില്ല. രാവിലെ ചെന്നു, അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവർ ആര് വന്നാലും എന്നെ വിളിച്ചൊന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ടിന്നും ഒക്കെ ഉണ്ടായിരുന്നു, കലയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവർക്കിങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ബുക്സും അവർക്ക് കളിക്കാനുള്ള സ്പോർട്സിൻ്റെ സാധനങ്ങളും അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ദിവസമായിരുന്നു. എന്തോ ഭയങ്കര അടിപൊളി ഫീൽ ഗുഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ദിവസമായിരുന്നു. അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു എനിക്കന്ന്, മൺഡേ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് അവരെ കൂടെ ഇരുന്നതിന് ശേഷം ഒന്ന് അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴത്തേക്ക് ഞാൻ അമ്മയും കൂടി വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.